നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വയനാട്ടിൽ നിന്നും വീണ്ടും ഓരോ ന്യൂസുകളും വരികയാണ്. വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്ന ന്യൂസുകളാണ്. കൊച്ചിയിൽ, എറണാകുളത്ത് ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും ഇന്നും സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഗവൺമെൻറ് ദൂര യാത്രകളെല്ലാം തന്നെ പോകരുതെന്ന് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ തന്നെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇന്നലെ നിഫ്റ്റി വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈ മൾട്ടിപ്പിൾ ടൈം ടച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന് മാത്രമല്ല, നിഫ്റ്റി 50-ലെ 4 പ്രധാന കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. കോൾ ഇന്ത്യ, M&M, മാരുതി, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. FISൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 5599 കോടി രൂപയ്ക്ക് FIS സെല്ലെടുത്തി. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈക്വൽ എമൗണ്ടിന് അവർ ബൈ നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് ഇന്നലെ ന്യൂട്രലായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അപ്പോൾ DIസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ബൈയിങ് ആണ് മാർക്കറ്റിനെ നിലനിർത്തുന്നത്. അത് കൂടിയേ തീരും. അതല്ലെങ്കിൽ ഒരു -5000 ക്രോർസിൻ്റെ ഒരു നെറ്റ് സെല്ലായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുക. അത് അങ്ങനെ കണ്ടിന്യൂസ് പോകുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഈ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതിന് ഒരു ഭംഗം വരും. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US, യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 66,000, ബ്രെന്റ് ഓയിൽ 78, ഗോൾഡ് 2407. ഗോൾഡ് വീണ്ടും ബ്രേക്കൗട്ട് നടത്തി മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവാണ്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഈവൻ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഡാക്സ് CAC 40 കാണാം. എന്നാൽ FTSE UK മാർക്കറ്റ് റെഡിൽ അടച്ചു. ഡോ ഫ്ലാറ്റ് പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ നാസ്ഡാക്ക് കാണാം ഏകദേശം 1.5% ഇടിവ്. മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാം തന്നെ നിരാശപ്പെടുത്തുന്ന റിസൾട്ടൊക്കെയാണ് കാരണം. ഇൻഫോസിസ് ഫ്ലാറ്റായിരുന്നു. വിപ്രോ 0.5% ഇടിഞ്ഞു. ICICI ബാങ്ക് ഫ്ലാറ്റാണ്. എന്നാൽ HDFC ബാങ്ക് റെഡിൽ അടച്ചു. ഡോക്ടർ റെഡ്ഡി 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഉള്ളത്. പക്ഷേ ഇന്ന് വൈകിട്ടാണ് US പലിശ നിരക്ക് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തത വരും. മാർക്കറ്റ് ഇനി ഗ്ലോബൽ മാർക്കറ്റ് എസ്പെഷ്യലി US മാർക്കറ്റ് മുന്നോട്ടാണോ അതോ കറക്ഷൻ ആണോ എന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഈ തവണ റേറ്റ് കട്ടാണ് എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞൊന്നും ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം മൾട്ടിപ്പിൾ ടൈംസ് US ഇൻഫ്ലേഷൻ ഡേറ്റസ് എല്ലാം തന്നെ കുറവ് വന്നു. കഴിഞ്ഞ റീസെൻ്റായിട്ട് വന്ന US GDP ഡേറ്റയും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നത് US ഈ തവണ റേറ്റ് കട്ട് ഉണ്ടാകും. അതുമാത്രമല്ല റേറ്റ് കട്ടിന് വേണ്ടി ഒരുപാട് നാളായി US മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് പോസ് ആവുന്നത് പോസിറ്റീവ് ആവില്ല. ഇൻട്രസ്റ്റ് കട്ട് തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് കട്ട് ചെയ്താലും അതിനുശേഷമുള്ള ജെറോം പവലിൻ്റെ സ്പീച്ചാണ് അതിന് വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജെറോം പവലിൻ്റെ ആ ഒരു തീരുമാനവും അതിനുശേഷമുള്ള സ്പീച്ചും ഇനി നാളെ FOMCയുടെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗും ഉണ്ട്. അപ്പോൾ അതിൽ US എക്കണോമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. നമ്മൾ വെച്ചിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ്, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ടാറ്റ സ്റ്റീൽ, റിലയൻസ്, ഇതും US ഇൻട്രസ്റ്റ് റേറ്റായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചില ആളുകൾ കരുതാറുണ്ട്. പക്ഷെ അതല്ല. ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാകുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈയിങ്ങും റീറ്റെയിലേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് മാത്രം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. എല്ലാ മാർക്കറ്റും ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ അതിൽ US മാർക്കറ്റിലുള്ള ഓരോ ഇവൻറ്റും നമ്മുടെ മാർക്കറ്റിനെ ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. കാരണം ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഉള്ളത്. നമ്മുടെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ടാറ്റ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 8% ഫോളായി 290 കോടി രൂപ കരസ്ഥമാക്കി. ഡിക്സൺ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 94% ഉയർന്നു. ഇൻഡസ് ടവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 42% ഉയർന്നു. കൂടാതെ തന്നെ കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. കാസ്ട്രോൾ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. നവീൻ ഫ്ലോറൈൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഇടിഞ്ഞു. ടോറൻറ്റ് പവർ കമ്പനി അവർ 517 നിന്ന് 970 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാക്രോ ടെക് ഡെവലപ്പേഴ്സ് കമ്പനി 178 നിന്ന് 475 പ്രോഫിറ്റ് ഉയർത്തി. ഗെയിൽ നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്നു.
3183 കോടി രൂപ കരസ്ഥമാക്കി. V2 റീറ്റെയിൽ 4 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി 2 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജിൻഡാൽ സ്റ്റീൽ 746 നിന്ന് 648 പ്രോഫിറ്റ് കുറഞ്ഞു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർ സെർവോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മുദ്ര കമ്പനി 15 കോടി രൂപയിൽ നിന്ന് 17 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. PTC ഇന്ത്യ 36 നിന്ന് 44 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഏജിസ് ലോജിസ്റ്റിക് കമ്പനി 116 കോടി രൂപയിൽ നിന്ന് 130 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടിറ്റഗ്രാഹ് റെയിൽ കമ്പനി 67 നിന്ന് 71 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. 361 വാം കമ്പനി 180 നിന്നും 240 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. കുറച്ച് സമയം വൈകിയതുകൊണ്ട് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.